യൂട്യൂബ്. ഞാൻ 2-3 വീഡിയോകൾ ഡിലീറ്റ് ചെയ്യേണ്ടായി. എന്നോട് ക്ഷമിക്കുക. കാരണം അതിൽ കോപ്പിറൈറ്റ് വന്നതുകൊണ്ട്. പക്ഷെ വീഡിയോക്ക് ഇമ്പാക്റ്റായിട്ട് തോന്നിയിട്ടില്ല. നോ ഇമ്പാക്റ്റ് എന്നാണ് അതിൽ കാണിച്ചത്. പക്ഷേ എനിക്ക് എന്തോ ഒരു അപകർഷതാബോധം തോന്നിയത് കൊണ്ട് ഞാൻ സ്വയം വീഡിയോ ഡിലീറ്റ് ചെയ്തു. എന്നോട് യൂട്യൂബ് ടീം, ഗൂഗിൾ ടീം എന്നോട് ദയവ് ചെയ്ത് ക്ഷമിക്കുക. ഇനി അങ്ങനത്തെ ഒരു അബദ്ധം ഉണ്ടാവില്ല. ഞാൻ വാക്ക് തരുന്നു, ഉറപ്പ് തരുന്നു. ഞാൻ റോഡിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അധികം എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ ഞാൻ എൻ്റെ കഴിഞ്ഞു പോയ വർഷത്തെ ഒന്ന് ഓർത്തുപോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് യൂട്യൂബ് ടീം എന്നോട് പൊറുക്കുക, ക്ഷമിക്കുക. ഇനി അങ്ങനെ ഒരു അബദ്ധം ഞാൻ എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. ഇത് യൂട്യൂബിനായിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ തെറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും കുറ്റങ്ങളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ നമ്മളത് തീർത്തും നമ്മൾ ഏറ്റു പറയുമ്പോൾ നമ്മൾ തന്നെയാണ് വലുതാവുന്നത്. നമ്മുടെ മനസാക്ഷി നമുക്ക് ഏറ്റവും വലിയ അംഗീകാരം തരും. അതുകൊണ്ട് നിങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റുകൾ ചെയ്യാത്തവരാരും ഉണ്ടാവില്ല. മലയാളികൾ നല്ല ലോകത്തുള്ള സകല ജീവജാലങ്ങളും തെറ്റിയുണ്ട്. ജീവികളും തെറ്റ് ഏറ്റു പറയുന്നുണ്ട് കേട്ടോ. അത് ശരിക്കും നമുക്കത് അറിയാനായിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ടാണ്. ജീവികളും സ്വയം തെറ്റുകൾ ഏറ്റു പറഞ്ഞിട്ടാണ് ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നത്. മനുഷ്യന്മാരങ്ങനെയല്ല. മനുഷ്യന്മാർ പൊതുവെ തെറ്റ് ചെയ്താലും ആ തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് പിന്നെ അവനാണ് വലുത് എന്ന് പറഞ്ഞ് ജീവിക്കുന്നതാണ് മനുഷ്യൻ. അതുകൊണ്ട് ഞാനിവിടെ എൻ്റെ തെറ്റുകൾ ഏറ്റു പറഞ്ഞു. യൂട്യൂബിനോട് ഞാൻ എൻ്റെ തെറ്റുകൾ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി യൂട്യൂബാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നമ്മളെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മാപ്പ് പറയുക. ആരോടാണെങ്കിലും അത് ഏറ്റവും നല്ല മോട്ടിവേഷനാണ് നമുക്ക്.